SSLC പരീക്ഷ 2023-24 സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിൽ 122 കുട്ടികൾ SSLC പരീക്ഷ എഴുതുകയും എഴുതിയ മുഴുവൻ കുട്ടികളും പാസ്സാവുകയും ചെയ്തു. SSLC പരീക്ഷ എഴുതിയ കുട്ടികളിൽ 15 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടുകയും 2 കുട്ടികൾ 9 വിഷയങ്ങൾക്ക് A+ നേടി മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. NMMS പരീക്ഷാ വിജയികൾ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനായി നടത്തുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുത്ത നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളായ ആരോമൽ കെ ബിജു, ഭുവൻ ബിനുദാസ് എന്നിവർ സ്കോളർഷിപ്പിന് അർഹരായി. USS സ്കോളർഷിപ്പ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന USS സ്കോളർഷിപ്പിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പങ്കെടുത്ത കൃഷ്ണപ്രിയ GK സ്കോളർഷിപ്പിന് അർഹയായി. കളിയാരവം 2K24 വിവിധ സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കായുള്ള ഫുട്ബോൾ ജൂഡോ പരിശീലന പരിപാടി കളിയാരവം സംഘടിപ്പിച്ചു. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടത്തപ്പെട്ട ഈ പരിശീലന പരിപാടിയിൽ അനവധി കുട്ടികൾ പങ്കെടുത്തു. സമ്മർ സ്റ്റോറീസ് 2K24 സെന്റ് ജോർജിന്റെ മുറ്റത്തേക്ക് കടന്നുവരുന്ന കുരുന്നുകളുടെ വിവിധങ്ങളായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി ഏപ്രിൽ 8-9 തീയതികളിലായി സ്കൂളിൽ വെച്ച് സമ്മർ സ്റ്റോറീസ് 2K24 അവധിക്കാല ക്യാമ്പ് നടത്തപ്പെട്ടു. വ്യക്തിത്വ വികസനം, നേതൃത്വ പരിശീലനം, പ്രസംഗ പരിശീലനം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ ആകർഷകമായ കളികളിലൂടെ വിദഗ്ധർ നയിച്ച ക്ലാസുകൾ കുട്ടികൾക്ക് നവ്യ അനുഭവമായി മാറി. പ്രവേശനോത്സവം 2024-2025 പുത്തൻ പ്രതീക്ഷകളുമായി അറിവിന്റെ തേരിലേറി പറക്കാൻ അക്ഷരമുറ്റത്തേക്ക് കടന്നുവന്ന കുരുന്നുകളെ സ്വാഗതം ചെയ്യുന്നതിനായി 2024-25 അധ്യയന വർഷത്തെ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ജൂൺ 3-ാം തീയതി പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്ത പ്രവേശനോത്സവത്തിന് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സാബു മാലിത്തുരുത്തേൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളാൽ അലംകൃതമായിരുന്ന ചടങ്ങിൽ PTA പ്രസിഡന്റായിരുന്ന ശ്രീ PN പ്രതാപൻ, വാർഡ് മെമ്പർ സൗമ്യ വിനീഷ്, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫിന എന്നിവർ സന്നിഹിതരായിരുന്നു. PTA ജനറൽ ബോഡി ഈ സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ആദ്യ യോഗം ജൂൺ 27-ാം തീയതി 2:30 PM സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടുകയുണ്ടായി. ശ്രീ സുരേഷ് നാരായണൻ PTA പ്രസിഡന്റായും ശ്രീമതി സൗമ്യ വിനീഷ് വൈസ് പ്രസിഡന്റായും ശ്രീമതി ഷൈജി K ചിറയിൽ മദർ PTA പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഉഴവൂർ OLL ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച 13ാമത് ജോസ് എബ്രഹാം മെമ്മോറിയൽ ഓൾ കേരള സയൻസ് ക്യൂസ് മത്സരത്തിൽ 51 ടീമുകൾ മാറ്റുരച്ചപ്പോൾ കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പങ്കെടുത്ത അക്ഷയ് ബിജു, രോഹൻ K രാജീവ് എന്നിവർ അടങ്ങിയ ടീം 4ാം സ്ഥാനം കരസ്ഥമാക്കി. വായനാ വാരാഘോഷം 2024 അറിവിന്റെ തേരിലേറി നല്ല ചിന്തകളുമായി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കുട്ടികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വായന വാരാഘോഷ പരിപാടികൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം കുറിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ PN പ്രതാപൻ അധ്യക്ഷത വഹിച്ച യോഗം പ്രഭാഷകനും ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് മുൻ പ്രിൻസിപ്പാളുമായ പ്രൊഫസർ ബാബു പൂഴിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. വായനാ വാരാഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പഴഞ്ചൊല്ലു വൃക്ഷം, പിറന്നാൾ പുസ്തകം, വായനാ ക്യൂസ്, കൈയെഴുത്തു മാസിക, കവി പരിചയം എന്നിങ്ങനെ വായനാശീലം വളർത്തിയെടുക്കാൻ ആവശ്യമായ വിവിധങ്ങളായ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം, വിജയോത്സവം പഠനത്തോടൊപ്പം കുട്ടികളിലെ നൈസർഗികമായ കഴിവുകളെ കണ്ടെത്തി വികസിപ്പിച്ചെടുത്ത് അവരെ ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും 2024-25 അധ്യയന വർഷത്തിലെ പ്രവർത്തന ഉദ്ഘാടനം ജൂലൈ 6-ാം തീയതി വളരെ പ്രൗഢഗംഭീരമായി നടന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ പ്രവീൺ കുമാർ ആയാംകുടി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സാബു മാലിത്തുരുത്തേൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറിയ ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ സുരേഷ് നാരായണൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഈ ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ ദിനം 2024
ആരോഗ്യമുള്ള സമൂഹത്തിനായി ലഹരിയുടെ പിടിയിൽ നിന്ന് യുവത്വത്തെ രക്ഷപ്പെടുത്താനും കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാനും ലഹരി ഒഴിവാക്കുക എന്ന ആഹ്വാനവുമായി സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന അസംബ്ലിയിൽ ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായ കടന്നുവരവ് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വർത്തമാനകാലത്തിൽ പുതുതലമുറ ഏറെ ജാഗ്രത പുലർത്തണം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തെരുവു നാടകം അവതരിപ്പിക്കുകയും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഗാനം ആലപിക്കുകയും ചെയ്തു. മ്യൂസിക് ഡേ 2024 മനുഷ്യന്റെ വിവിധ വികാരങ്ങളെ സ്വാധീനിക്കാനുള്ള സംഗീതത്തിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു സ്കൂളിലെ മ്യൂസിക് ഡേ ആഘോഷങ്ങൾ. ജൂൺ 21 നടത്തിയ പ്രത്യേക അസംബ്ലിയെ തുടർന്ന് സംഗീത അധ്യാപിക ഏഞ്ചൽ ആന്റണിയുടെ നേതൃത്വത്തിൽ ധാരാളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സംഗീത വിരുന്ന് കുട്ടികളെ സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് നയിക്കുന്നതായിരുന്നു. യോഗാ ദിനം 2024 ജൂൺ 21 സ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിലുള്ള അസംബ്ലിയെ തുടർന്ന് NCC ഓഫീസർ ശ്രീ ഡൈഗോ ജോസ്മോൻ ജീവിതത്തിൽ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും യോഗയുടെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. കലാം ക്വിസ് 2024 ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഉയർന്നു പറക്കാൻ മനുഷ്യനെ ആഹ്വാനം ചെയ്ത മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ അനുസ്മരണാർത്ഥം ജൂലൈ 27 സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജില്ലാതലത്തിൽ കലാം ക്വിസ് സീസൺ 3 നടത്തപ്പെട്ടു. ഹൈസ്കൂൾ, LP, UP വിഭാഗങ്ങളിലായി അറിവിന്റെ അങ്കത്തട്ടിൽ 50ഓളം സ്കൂൾ ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇമാനുവൽസ് HSS കോതനല്ലൂർ, സെന്റ് തോമസ് HSS കല്ലറ, UP വിഭാഗത്തിൽ NSS ഹൈസ്കൂൾ കോത്തല, LP വിഭാഗത്തിൽ MDS LPS കോട്ടയം എന്നീ സ്കൂളുകൾ ജേതാക്കളായി. സമാപന സമ്മേളനം ഈ സ്കൂളിലെ പൂർവ്വ അധ്യാപകനായിരുന്ന ശ്രീ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്പേസ് ഓൺ വീൽ ISRO പ്രദർശനം ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനും ഇതുവഴി ഈ മേഖലയിലെ അനന്ത സാധ്യതകളിലേക്ക് താൽപര്യം ജനിപ്പിക്കുന്നതിനുമായി കലാം വീക്കിനോട് അനുബന്ധിച്ച് സ്കൂളിലെ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 26 സ്പേസ് ഓൺ വീൽ എന്ന ISRO പ്രദർശനം നടത്തി. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള പ്രത്യേക വാഹനത്തിൽ ക്രമീകരിച്ചിരുന്ന പ്രദർശനത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി ധാരാളം കുട്ടികൾ പങ്കെടുത്തു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ 2024-25 ഈ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് 5 മുതൽ 10 വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വോട്ടവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രസിഡൻഷ്യൽ രീതിയിൽ നടത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സാമൂഹ്യ ശാസ്ത്ര വിഭാഗം അധ്യാപകൻ ശ്രീ ഡൈഗോ ജോസ്മോന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 14 നടത്തിയ തിരഞ്ഞെടുപ്പിൽ NCC കേഡറ്റുകളുടെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കുന്നതിന് സഹായിച്ചു. ക്ലാസ് ലീഡർമാരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം സ്കൂൾ ലീഡറായി എതിരില്ലാതെ കുമാരി കൃപ രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. മാതൃവിദ്യാലയം സന്ദർശിച്ച് ബ്രിട്ടീഷ് MP ശ്രീ സോജൻ ജോസഫ്, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാടിന്റെ അഭിമാനമായ ശ്രീ സോജൻ ജോസഫിന് കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെയും കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെയും നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൈപ്പുഴ പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഓണാഘോഷം പൂപ്പൊലി 2024 സെപ്റ്റംബർ 12 നടത്തിയ ഓണാഘോഷം വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക രക്ഷാകർതൃ സമൂഹത്തിനും അത്യന്തം നിറപ്പകിട്ടാർന്ന അനുഭവമാണ് സമ്മാനിച്ചത്. കുട്ടികൾക്കായി സംഘടിപ്പിച്ച വിവിധങ്ങളായ മത്സരങ്ങളിലും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള വടംവലിയിലും കുട്ടികൾ വളരെ ആവേശപൂർവ്വം പങ്കെടുത്തു. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ഓഫീസിന് മുന്നിൽ തീർത്ത പൂക്കളം ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ സുരേഷ് നാരായണൻ കുട്ടികൾക്കായി ഓണസന്ദേശം നൽകി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ മുഴുവൻ കുട്ടികൾക്കും ഓണസദ്യ തയ്യാറാക്കി നൽകി. UP ക്ലാസ്സിലെ കുട്ടികളുടെ ഏകദിന പഠനയാത്ര. ക്ലാസ് റൂമിലെ പഠനത്തിനപ്പുറം പല കാര്യങ്ങളും നേരിട്ട് കണ്ട് അനുഭവത്തിലൂടെ പഠിക്കുന്നതിനായി 5 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന കുട്ടികൾക്കായി ഫെബ്രുവരി 9 ഒരു പഠനയാത്ര സംഘടിപ്പിച്ചു. 40ഓളം കുട്ടികളും 5 അധ്യാപകരും പങ്കെടുത്ത യാത്രയിൽ
കൊച്ചി മെട്രോ, കപ്പൽ യാത്ര, സുഭാഷ് പാർക്ക് എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠനയാത്ര. ഈ അധ്യയന വർഷം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠനയാത്ര സെപ്റ്റംബർ 26, 27, 28 തീയതികളിലായി മൂന്നാർ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് നടത്തപ്പെട്ടു. വേൾഡ് സ്പേസ് വീക്ക് ലെക്ചർ പ്രോഗ്രാം. വേൾഡ് സ്പേസ് വീക്ക് 2024 ഒക്ടോബർ 4 തീയതി ISRO തിരുവനന്തപുരം സീനിയർ സയന്റിസ്റ്റ് ശ്രീ ഷാജി സൈമൺ സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി എയ്റോസ്പേസിനെ കുറിച്ചും അതിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തനുണർവായി പ്രതീക്ഷ 2K24-25. COVID-19 മഹാമാരി കവർന്ന 2 വർഷം. അടിസ്ഥാന പാഠങ്ങൾ വേണ്ട വിധം ലഭിക്കാതെ പഠനത്തിൽ പിന്നോക്കം പോയ UP വിഭാഗത്തിലെ കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി കൈപ്പുഴ സെയിന്റ് ജോർജ് VHSSലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു തനത് പരിപാടിയാണ് പ്രതീക്ഷ 2K24-25 എന്ന സവിശേഷ പഠന പരിപോഷണ പദ്ധതി. ഇതിന്റെ ഭാഗമായി 12 പ്രവൃത്തി ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ ശ്രീ ബിനോയ് KS ഉദ്ഘാടനം ചെയ്ത പ്രതീക്ഷ 2K24-25 മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക് എന്നിവയുടെ അടിസ്ഥാന പാഠങ്ങൾ കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് 12 ദിവസങ്ങളിലായി അധ്യാപകർ പ്രത്യേകം ക്ലാസുകൾ ക്രമീകരിച്ചു. കോട്ടയം വെസ്റ്റ് ഉപജില്ലാ പ്രവൃത്തി പരിചയ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്രമേള 2024. എല്ലാ മേഖലയിലും കുട്ടികൾക്കുള്ള സമഗ്രമായ വളർച്ച എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ധർമ്മം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തി കുട്ടികളിലെ വിവിധങ്ങളായ കഴിവുകളെ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി ഒക്ടോബർ 15, 16 തീയതികളിൽ ഗവൺമെന്റ് HSS കാരാപ്പുഴയിൽ വെച്ച് നടന്ന കോട്ടയം വെസ്റ്റ് ഉപജില്ല ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹിക ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 55ഓളം കുട്ടികൾ വിവിധ ഇനങ്ങളിലായി പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഹൈസ്കൂൾ വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ പോയിന്റ് നിലയിൽ 3ാം സ്ഥാനം നേടുകയും ചെയ്തു. സ്കൂൾ കലോത്സവം 2024-25. സ്കൂൾ തലത്തിൽ കുട്ടികളെ ഹൗസുകളായി തിരിച്ചു നടത്തിയ മത്സരങ്ങളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. നവംബർ 18, 19, 20 തീയതികളിലായി ഗവൺമെന്റ് HSS കുടമാളൂരിൽ വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. നവംബർ 28, 29, 30 തീയതികളിലായി AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ തലയോലപ്പറമ്പിൽ വെച്ച് നടന്ന ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംഘഗാനം, കന്നഡ പദ്യം, തമിഴ് പദ്യം, UP വിഭാഗം ശാസ്ത്രീയ സംഗീതം എന്നിവയ്ക്ക് A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ജനുവരി 6 തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നുമുള്ള 7 പേരടങ്ങുന്ന ഹൈസ്കൂൾ വിഭാഗം ഉറുദു സംഘഗാനം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഈ കുട്ടികളെയും അവരെ പരിശീലിപ്പിച്ച സംഗീത അധ്യാപിക ശ്രീമതി ഏഞ്ചൽ ആന്റണിയെയും ഈ നിമിഷം പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ശാസ്ത്ര പഠനയാത്ര. കുട്ടികളെ ശാസ്ത്രത്തിന്റെ അനന്ത വിഹായസിലേക്ക് ഉയർന്നു പറക്കുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 20 തീയതി നടത്തിയ പഠനയാത്രയിൽ ശാസ്ത്ര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന 45 കുട്ടികൾക്ക് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, VSSC സ്പേസ് മ്യൂസിയം എന്നിവ സന്ദർശിക്കാനും സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം നേരിട്ട് കാണാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പഠനയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം പ്ലാനറ്റോറിയം സന്ദർശിച്ചത് കുട്ടികൾക്ക് ഒരു നവ്യാനുഭവമായി മാറി. ശിശുദിനം 2024. UP വിഭാഗത്തിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന അസംബ്ലിയെ തുടർന്ന് ശിശുദിന റാലിയായി സെന്റ് ജോർജിന്റെ മുറ്റത്തേക്ക് കടന്നുവന്ന സെന്റ് മാത്യൂസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ വളരെ വർണ്ണാഭമായി സ്കൂളിലേക്ക് സ്വീകരിക്കുകയും നയനമനോഹരമായ വിവിധ കലാപരിപാടികളോടെ ഈ ശിശുദിനം അവരോടൊപ്പം ആഘോഷിക്കുകയും ചെയ്തു. തുടർന്ന് സെന്റ് മാർഗരറ്റ് UPS കൈപ്പുഴ, സെന്റ് ത്രേസ്യാസ് LPS പാലത്തുരുത്ത്, സെന്റ് മൈക്കിൾ LPS നീണ്ടൂർ എന്നിവിടങ്ങളിലെത്തി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ശിശുദിന സന്ദേശം നൽകുകയും ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ചെയ്തു. ശതാബ്ദി ആഘോഷം. സ്വാഗത സംഘം രൂപീകരിച്ചു. കൈപ്പുഴ നാട്ടിൽ അറിവിന്റെ കെടാവിളക്കായി ഇന്നും പ്രശോഭിക്കുന്ന സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജൂബിലിയുടെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി
നവംബർ 15 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂബിലി സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. സ്കൂൾ മാനേജർ ശ്രീ സാബു മാലിത്തുരുത്തേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ജിങ്കിൾ മിങ്കിൾ 2024 കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ജിങ്കിൾ മിങ്കിൾ 2024 വർണ്ണാഭമായി ആഘോഷിച്ചു. കുട്ടികൾക്കായി ക്ലാസ് അടിസ്ഥാനത്തിൽ പുൽക്കൂട് മത്സരം, ഹൗസ് അടിസ്ഥാനത്തിൽ കരോൾ മത്സരം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചും ക്രിസ്തുമസ് പപ്പായോടൊപ്പം ആടിയും പാടിയും സെന്റ് ജോർജിലെ കുരുന്നുകൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. പൊതുമീറ്റിംഗിന് ശേഷം എല്ലാ കുട്ടികൾക്കും ക്രിസ്തുമസ് വിരുന്ന് ക്രമീകരിച്ചിരുന്നു. മാർമാക്കിയിൽ ടേബിൾ ടെന്നീസ് മത്സരം 2025 കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മാർമാക്കിയിൽ മെമ്മോറിയൽ ടേബിൾ ടെന്നീസ് മത്സരം ജനുവരി 4 സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി AKJM വിദ്യാർത്ഥികൾ ജേതാക്കളായി. വടംവലി മത്സരം 2024 കോട്ടയം ജില്ലാ അസോസിയേഷൻ തലത്തിൽ നടത്തിയ വടംവലിയിൽ പെൺകുട്ടികളുടെ അണ്ടർ 13 വിഭാഗത്തിൽ 1ാം സ്ഥാനവും അണ്ടർ 19 വിഭാഗത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ള മിക്സഡ് വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ 2ാം സ്ഥാനത്ത് എത്തിച്ചേർന്നു. സ്കൂൾ കായികമേള 2024-25 ഒക്ടോബർ 7, 8, 9, 10 തീയതികളിലായി നടന്ന കോട്ടയം വെസ്റ്റ് ഉപജില്ല അത്ലറ്റിക് മത്സരങ്ങളിൽ 42 സ്വർണവും 34 വെള്ളിയും 16 വെങ്കലവും ഉൾപ്പെടെ 260 പോയിന്റോടെ പോയിന്റ് നിലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കൈപ്പുഴ സെന്റ് ജോർജ് VHSS കായിക ലോകത്ത് വീണ്ടും ചരിത്രം കുറിച്ചു. ഒക്ടോബർ 23, 24, 25 തീയതികളിലായി നടന്ന ജില്ലാ കായികമേളയിൽ നിന്നും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിക്കുന്നതിനായി ജൂനിയർ വിഭാഗം ബാഡ്മിന്റണിൽ നിരഞ്ജന P. പ്രഭ, സബ് ജൂനിയർ ടേബിൾ ടെന്നീസിൽ അമർനാഥ് KS എന്നിവരും ജൂഡോയ്ക്ക് വിവിധ വിഭാഗങ്ങളിലായി 27ഓളം കുട്ടികളും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേള 2024 ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ബാഡ്മിന്റൺ മത്സരത്തിൽ കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിന്നും താരമായ നിരഞ്ജന P. പ്രഭ വെള്ളി മെഡലും 44+ വിഭാഗം പെൺകുട്ടികളുടെ ജൂഡോയിൽ ഹൈമവതി വെങ്കല മെഡലും നേടി. തങ്ങളുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് നേടിയ ഈ വിജയത്തിൽ അവരോടും അവരുടെ കുടുംബത്തോടുമൊപ്പം സ്കൂളും അഭിമാനം കൊള്ളുന്നു. സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നടത്തിയ വോളിബോൾ മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നുമുള്ള ജൂനിയർ ടീമും സീനിയർ ടീമും ഉപജില്ലാ തലത്തിൽ വിജയികളായി. കോട്ടയം ജില്ലാ ജൂഡോ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 22ാമത് കോട്ടയം ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി 21 സ്വർണവും 8 വെള്ളിയും 5 വെങ്കലവും നേടി കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം ഓവറോൾ കിരീടമണിഞ്ഞു. തുടർന്ന് നടന്ന സംസ്ഥാന ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ജോഷ്വിൻ ജോയ് 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും 57+ വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഹൈമവതി K. പ്രദീപിന് നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. സെന്റ് ജോർജ് സോക്കർ 2024-25 കൈപ്പുഴയുടെ മണ്ണിൽ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അണിയിച്ചൊരുക്കുന്ന സെന്റ് ജോർജ് സോക്കർ ഫുട്ബോൾ മാമാങ്കത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി UP വിഭാഗങ്ങളിലായി വിവിധ ടീമുകൾ മാറ്ററിയിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂളിലെ ഫുട്ബോൾ ടീം 1ാം സ്ഥാനത്തെത്തുകയും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെന്റ് HSS തെക്കേനട വൈക്കം, UP വിഭാഗത്തിൽ AKJM HSS കാഞ്ഞിരപ്പള്ളി എന്നീ സ്കൂളുകൾ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. UP വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ടീം 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആവേശമുണർത്തുന്നതായിരുന്നു. BCM ഫുട്ബോൾ ടൂർണമെന്റ് കാൽപന്ത് കളിയുടെ സിംഹാസനത്തിലേറി ഇരട്ട കിരീടവുമായി സെന്റ് ജോർജ് VHSS കൈപ്പുഴ. കോട്ടയം അതിരൂപതയിലെ സ്കൂളുകളെ ഉൾപ്പെടുത്തി നടത്തിയ BCM ഫുട്ബോൾ ടൂർണമെന്റ് 2024-25 ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടീം 1ാം സ്ഥാനം നേടി. ഫുട്ബോളിലെ തങ്ങളുടെ ആധിപത്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഈ ഇരട്ട കിരീട നേട്ടം. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന BCM ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ SHHSS പയ്യാവൂരിനെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ രാജപുരത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം കിരീടം സ്വന്തമാക്കിയത്. സ്കൂൾ ഫുട്ബോൾ ടീമിനെ ഈ അഭിമാനകരമായ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച
കായികാധ്യാപകൻ ഡാനിഷ് കേസി, ടീം കോച്ച് ആഷിഖ് പീതാംബരൻ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. റെഡ് ക്രോസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ടീൻസ് ക്ലബ്. പഠനത്തോടൊപ്പം സമൂഹത്തോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിനായി ഈ സ്കൂളിൽ NCC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ടീൻസ് ക്ലബ് എന്നീ സംഘടനകൾ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം, പരിസ്ഥിതി ദിനം, യോഗാ ദിനം, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി എന്നീ ദിനാചരണങ്ങൾ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. NCCയിൽ നിന്നും ഈ വർഷം 50ഓളം കുട്ടികൾ ഗ്രേസ് മാർക്കിന് അർഹരാവുകയും 46 കുട്ടികൾ A സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതുകയും ചെയ്തു. ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും രാജ്യപുരസ്കാർ പരീക്ഷ എഴുതിയ സ്കൗട്ട് ആൻഡ് ഗൈഡിലെ 16 കുട്ടികളും ഉന്നത വിജയം കരസ്ഥമാക്കി. ഈ സ്കൂളിലെ ഗൈഡ് ക്യാപ്റ്റനായ സിസ്റ്റർ പ്രകാശന് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗം കോട്ടയം ജില്ലാ ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ ചാർജ് ലഭിക്കുകയും ചെയ്തു.